സംഗീത സംവിധായകൻ ഇളയരാജയുടെ രാജ്യസ്നേഹമാണ് ഇപ്പോഴത്തെ ചർച്ചാ വിഷയം. കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് ഇളയരാജ വാർത്തകളിൽ നിറഞ്ഞത് തന്റെ പാട്ടുകൾ അനുമതിയില്ലാതെ അടുത്തിടെ ഇറങ്ങിയ സിനിമകളിൽ ഉപയോഗിച്ചെന്ന് കാണിച്ച് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചതുമായി ബന്ധപ്പെട്ടാണ്. എന്നാൽ ഇപ്പോൾ സംഗതി മാറി മറിഞ്ഞിരിക്കുകയാണ്. ഇത്തവണ തന്റെ രാജ്യത്തിനും യുദ്ധമുഖത്ത് പോരാടുന്ന ധീര ജവാന്മാർക്കും വേണ്ടിയാണ് സംഗീത സംവിധായകൻ ഇളയരാജ പ്രവർത്തിക്കുന്നത്. അതിനായി അദ്ദേഹം നീക്കിവെച്ചത് തന്റെ ഒരു മാസത്തെ മൊത്തം വരുമാനം തന്നെയാണ്. കുറച്ചു നാളുകൾക്ക് മുൻപ് അടുത്തിടെ ഇറങ്ങിയ സിനിമകളിൽ തന്റെ അനുമതിയില്ലാതെ പാട്ടുകൾ ഉപയോഗിച്ചതിന് ഭീമമായ തുക നഷ്ടപരിഹാരമായി ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചതും മറ്റും വിവാദമായിരുന്നു. അതിന് ഇളയരാജയെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ആളുകൾ അഭിപ്രായ പ്രകടനം നടത്തിയിരുന്നു. തുടരെ ഇത്തരത്തിലുള്ള കേസുമായി കോടതിയെ സമീപിച്ചപ്പോൾ അദ്ദേഹത്തിന് പണത്തിനോടുള്ള ഭ്രമവും പഴയതുപോലെ പണിയെടുക്കാൻ വയ്യാത്തത് കൊണ്ട് ഒരിക്കൽ ഇറങ്ങിയ പാട്ടിന്റെ പേരിൽ വീണ്ടും പണപ്പിരിവിന് ഇറങ്ങിയതെന്നടക്കമുള്ള നിരവധി ആക്ഷേപങ്ങൾ രാജ്യം കണ്ട മികച്ച സംഗീത സംവിധായകന് ലഭിച്ചിരുന്നു. എന്നാൽ കുറച്ചു നാളായി കേട്ട ചീത്തപ്പേരുകളെല്ലാം തുടച്ചു നീക്കിയിരിക്കുകയാണ് അദ്ദേഹം. തന്റെ ഒറ്റ പ്രവൃത്തിയിലൂടെ ജനങ്ങൾക്ക് മാതൃകയായിരിക്കുകയാണ് ഇളയരാജ. തന്റെ ഒരു മാസത്തെ വരുമാനം സൈനികരുടെ ക്ഷേമത്തിനും ദേശീയ പ്രതിരോധ ഫണ്ടിലേക്ക് സംഭാവന ചെയ്യുമെന്ന് സംഗീത സംവിധായകൻ ഇളയരാജ പറഞ്ഞിരിക്കുന്നത്. രാജ്യസഭാംഗം എന്ന നിലയിൽ ലഭിക്കുന്ന ഒരു മാസത്തെ ശമ്പളവും സംഗീത പരിപാടികളിൽ നിന്ന് ലഭിക്കുന്ന വരുമാനവും സംഭാവന ചെയ്യുമെന്നാണ് അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ വർഷത്തിന്റെ തുടക്കത്തിൽ അരങ്ങേറിയ തന്റെ ആദ്യ സിംഫണിക്ക് വാലിയന്റ് എന്ന പേര് നൽകിയത് നിഷ്കളങ്കരായ വിനോദസഞ്ചാരികളെ കൊലപ്പെടുത്തിയതിന് രാജ്യത്തിന്റെ അഭിമാനമായ ധീര സൈനികർ തിരിച്ചടി നൽകുമെന്ന് അറിയാതെ ആയിരുന്നെന്ന് ഇളയരാജ എക്സിൽ കുറിച്ചു. ഇളയരാജയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: ധീരൻ, ഈ വർഷം ആദ്യം ഞാൻ എന്റെ ആദ്യത്തെ സിംഫണി ചിട്ടപ്പെടുത്തി റെക്കോർഡ് ചെയ്യുകയും അതിന് ധീരൻ എന്ന് പേരിടുകയും ചെയ്തു. എന്നാൽ മെയ് മാസത്തിൽ പഹൽഗാമിലെ നിരപരാധികളായ വിനോദസഞ്ചാരികളുടെ നിഷ്ഠൂരമായ കൊലപാതകങ്ങളെ തുടർന്ന് നമ്മുടെ യഥാർത്ഥ വീരന്മാരായ സൈനികർക്ക് അതിർത്തികളിൽ ധീരത, സാഹസികത, ധൈര്യം, കൃത്യത, ദൃഢനിശ്ചയം എന്നിവയോടെ പ്രവർത്തിക്കേണ്ടി വരുമെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. നമ്മുടെ നിസ്വാർത്ഥരായ ധീര ജവാന്മാർ ശത്രുക്കളെ മുട്ടുകുത്തിക്കുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് എന്ന വാക്കുകളോടൊപ്പം ചിട്ടപ്പെടുത്തിയ 2 വരികളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹം. അതിന് പിന്നാലെ അദ്ദേഹം ഇങ്ങനെയും കുറിച്ചു: ഒരഭിമാനിയായ ഇന്ത്യക്കാരൻ എന്ന നിലയിലും ഒരു പാർലമെന്റ് അംഗം എന്ന നിലയിലും ഭീകരതയെ തുളച്ചു നീക്കുന്നതിനും നമ്മുടെ അതിർത്തികളെയും ജനങ്ങളെയും സംരക്ഷിക്കുന്നതിനും വേണ്ടിയുള്ള രാജ്യത്തെ ധീരരായ വീരന്മാരുടെ ധീരമായ പരിശ്രമങ്ങൾക്ക് പിന്തുണയായി എന്റെ സംഗീത പരിപാടികളിൽ നിന്ന് ലഭിക്കുന്ന പ്രതിഫലവും ഒരു മാസത്തെ ശമ്പളവും ദേശീയ പ്രതിരോധ നിധിയിലേക്ക് ഒരു എളിയ സംഭാവനയായി നൽകാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. ജയ് ഹിന്ദ്. എക്സിൽ കുറിച്ച പോസ്റ്റിന് പിന്നാലെ നിരവധി പേരാണ് ഇളയരാജയെ പ്രശംസിച്ച് കമന്റുകളുമായി എത്തിയത്. തന്റെ പാട്ടുകളുടെ കോപ്പിറൈറ്റ് ചോദിച്ച് കേസ് കൊടുക്കാൻ മാത്രമല്ല, രാജ്യത്തിന് വേണ്ടി പോരാടുന്ന ധീര ജവാന്മാർക്ക് വേണ്ടി പ്രവർത്തിക്കാനും ഇളയരാജ എന്ന സംഗീത സംവിധായകന് സാധിക്കുമെന്ന് തെളിയിച്ചിരിക്കുകയാണ് അദ്ദേഹം.